സന്തോഷ് കുമാർ. ഞാൻ ഈ ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് അജിത ജെ പിള്ള. ഞാൻ ഈ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറും ചെയർപേഴ്സണുമാണ്. എൻ്റെ പേര് അതീഷ്. ഞാൻ ഇതിൻ്റെ ട്രഷററാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് അജിത പിള്ള. ഞാൻ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ എന്നൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറും ചെയർപേഴ്സണുമാണ്. ഇത് രൂപീകരിച്ചത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. അത് അവരുടെ കലാ, കായിക, സാംസ്കാരിക, ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ ഒരു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഓഫ് വേൾഡ് മലയാളിയുടെ ഒരു ശബ്ദം മലയാളികൾക്ക് വേണ്ടി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ചതാണ്. ഇത് 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഇത് രൂപീകൃതമായത്. ഇതിൽ നമ്മുടെ മെമ്പേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ റീസെൻ്റ്ലി കാനഡയിലുള്ള മെമ്പേഴ്സ് വരെ നമ്മുടെ ചേർന്നിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നാളെ നടത്തുന്നത് നമ്മുടെ കേരളത്തിന് പുറത്തുനിന്നുമുണ്ട് ഗുരുക്കന്മാർക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി അവരെ ആദരിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നാളെ നമ്മൾ നടത്തുന്നത്. ആ ഒരു ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സാറാണ്. അപ്പോൾ പിന്നെ അതെ, അതിൽ നമ്മൾ ആ ഒരു ഗുരുശ്രേഷ്ഠ പുരസ്കാര ചടങ്ങിൽ 25ഓളം അധ്യാപകർക്ക് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള 25ഓളം അധ്യാപകർക്ക് നമ്മൾ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അധ്യാപകനെ നമ്മുടെ തിരുവനന്തപുരം എല്ലാവർക്കും നന്നായിട്ട് ഇന്നിപ്പോൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വിരമിച്ചിട്ടുള്ള പല ആൾക്കാരെയും അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ ശ്രീ പി അശോക് കുമാർ സാറിനാണ് നമ്മൾ ആദ്യത്തെ ഗുരുവന്ദനം പുരസ്കാരം നൽകുന്നത്. പിന്നെ ഏറ്റവും മികച്ച സ്കൂളിനുള്ള പുരസ്കാരവും നമ്മൾ നൽകുന്നുണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ കാലടിക്കാണ് നമ്മൾ ഏറ്റവും മികച്ച സ്കൂളിനുള്ള പുരസ്കാരം കൊടുക്കുന്നത്. നാളെ വൈകുന്നേരം 4 മണിക്ക് ജവഹർ നഗറിലുള്ള ചേംബർ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പം എല്ലാവരും ലയൺസ് സെൻറ്റർ. അപ്പോൾ നാളത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.